തങ്കമ്മ മേനനാണെന്ന് ഊഹിക്കുന്നു. അതെ, ഞാൻ രാമുണ്ണി മേനന്റെ ഭാര്യയാണ്. സ്വാമിയെ മനസ്സിലായില്ല. നേരിൽ പരിചയപ്പെടാതിരുന്നത് എന്റെ തെറ്റ് തന്നെയാണ്. ഞാൻ നടത്തുന്ന അനാഥാലയത്തിന് നിങ്ങൾ 25,000 രൂപ സംഭാവന നൽകി. ഓ, രാമനാഥ സ്വാമി, വരൂ വരൂ വരൂ, എനിക്ക് ഞങ്ങൾ പല പ്രാവശ്യം അവിടം വരെ വരണമെന്ന് വിചാരിച്ചതാണ്. ഓരോ അസൗകര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. മിസ്റ്റർ മേനൻ, ഈ റെക്കോർഡുകൾ കൊണ്ട് തന്നെ നമ്മുടെ കേസ് നിശ്ചയമായും വിജയിക്കും. എതിർകക്ഷിക്ക് 1 സെന്റ് ഭൂമിയോ 1 പൈസയോ കൊടുക്കേണ്ടി വരില്ല. സ്വത്തിനോടുള്ള മോഹം കൊണ്ടാണ് ഞാൻ ഈ കേസ് വാദിക്കുന്നതെന്ന് മിസ്റ്റർ ജോൺ ധരിക്കരുത്. ഈ കേസിലെ വാദി എന്റെ സ്വന്തം സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കുള്ള എല്ലാ സ്വത്തുക്കളുടെയും നേർപ്പകുതിക്കുള്ള അവകാശം അവർ കൊണ്ടുതരാൻ. ഈ കേസ് ജയിച്ചാൽ തന്നെ സത്യവും ധർമ്മവും മറക്കുന്നവനല്ല ഈ രാമുണ്ണി മേനൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ രാജിയാവരുത്. ദാറ്റ്സ് ഇംപോസിബിൾ മിസ്റ്റർ ജോൺ. വൈ? സാധ്യമല്ല. എന്റെ അച്ഛൻ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളായിരുന്നുവെന്നല്ലേ എന്റെ സഹോദരിയുടെയും അവളുടെ ഭർത്താവിന്റെയും വാദം. വിൽപത്രം അസാധുവാക്കാനുള്ള ഏറ്റവും വലിയ പോയിന്റ് അതാണ്. പ്രതിക്കൂട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ എന്റെ അച്ഛൻ മരിച്ചുപോയി. എങ്കിലും എന്റെ അച്ഛൻ ബുദ്ധിസ്ഥിരതയുള്ള ആളായിരുന്നുവെന്നും ഏത് കോളേജിലും അദ്ദേഹത്തിന്റെ ആദരം വിലപ്പോകുമെന്നും എനിക്ക് തെളിയിക്കണം. അതിന്റെ വികാരമാണ് മിസ്റ്റർ ജോൺ. അതുപോലെയൊക്കെയുള്ള വികാരങ്ങൾ മീനാക്ഷിക്കും കാണും, ഇല്ലേ വക്കീൽ സാറേ? വികാരത്തെപ്പറ്റി ഉപദേശിക്കുക ലീഗൽ അഡ്വൈസറുടെ ജോലിയല്ല. കേസിന്റെ കാര്യത്തിൽ എന്നെ ഉപദേശിക്കാൻ എന്റെ അഡ്വക്കേറ്റ് ഉണ്ട്. അതിന് ഭാര്യയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ഉപദേശിക്കാറുമില്ലല്ലോ. മീനാക്ഷിയുടെ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ വല്ലതുമൊക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. തനിക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചതുകൊണ്ട് 1 സെന്റ് ഭൂമി പോലും കൊടുക്കുകയില്ലെന്ന് ഒരച്ഛൻ തീരുമാനിക്കാമോ? നീ എപ്പോഴും പ്രേമത്തിന്റെ ഭാഗത്താണല്ലോ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സംസാരം? എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇരിക്കണം മിസ്റ്റർ ജോൺ. തങ്കമ്മേ, എന്റെ അച്ഛൻ ഒരു പഴഞ്ചൻ ചിന്താഗതിക്കാരനായിരുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ 70 വയസ്സുണ്ടായിരുന്ന ആ മനുഷ്യൻ തന്റെ ഒരേ ഒരു മകൾ ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായ കോപം കൊണ്ട് തന്റെ മകൾക്ക് സ്വത്തുക്കൾ കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ്. അന്നത്തെ മനക്ഷോഭം കൊണ്ട് മാത്രമാണ് എന്റെ അച്ഛൻ മരിച്ചുപോയത്. പെട്ടെന്ന് കേട്ടപ്പോൾ മറുപടി പറഞ്ഞു പോയതാണ്. ക്ഷമിക്കണം. അങ്ങയുടെ ഇഷ്ടത്തിന് വിപരീതമായി എനിക്കൊന്നും തന്നെയില്ല. ഞാൻ ഇപ്പുറത്തേക്ക് വന്നത് സ്വാമിജി വന്നിരിക്കുന്നു. ഓഹോ, അപ്പോ ജോൺ ഇരിക്കണം. ഞാൻ സ്വാമി കണ്ടിട്ട് വരാം. യോഗാസനം ശീലിക്കുന്നതിന് ഒരു ചെലവുമില്ല. ഒരു ഗുരുവിനടുത്ത് ശിഷ്യപ്പെട്ട് പഠിക്കണം. പങ്കപ്പിള്ളിക്ക് ഇപ്പോ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം എന്താണ്? സ്വാമി പങ്കനെ ഉപദേശം ചെയ്യുകയാണോ? നമസ്കാരം. ഇരുന്നാട്ടെ. അനാഥാലയത്തിലേക്ക് പൊക്കളയരുത് കേട്ടോ പങ്ക. അനാഥാലയം ആർക്ക് എപ്പോഴാണ് ആശ്രയമാകുന്നതെന്ന് നമുക്കാർക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ലല്ലോ. സ്വാമിജി വന്ന കാര്യം തങ്കമ്മയോട് പറഞ്ഞു. പക്ഷെ മാർച്ച് 12-ാം തീയതി തങ്കമ്മയ്ക്ക് വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? ട്രെയിനിൽ ഒരു പ്രസവമുറി ഇല്ലാത്തതാണ് തങ്കമ്മയ്ക്ക് വരേണ്ട തടസ്സം. എന്തൊരു വിശേഷം. ഗർഭിണി ആയിരിക്കും വല്ല സ്വാമി. 3 തരമാണ്. അങ്ങനെയാണെങ്കിൽ തങ്കമ്മ മേനൻ വരണമെന്നില്ല. അങ്ങ് വന്നാൽ മതിയല്ലോ. എനിക്ക് ഗർഭമില്ലാത്തതുകൊണ്ട് വന്നുകൂടെ എന്നാണോ? പക്ഷേ ഗർഭത്തെക്കാൾ വലിയ ഭാരം എന്റെ ഉള്ളിലുണ്ട്. ഒരു കേസിന്റെ വിധി സ്വാമി. അതറിയാൻ വേണ്ടി വല്ലാത്ത പ്രസവവേദന അനുഭവിക്കുകയാണ്. ഈ കേസ് മാറ്റുന്നത് തീരുമാനമായാൽ ഞാൻ വരാം. എന്താണോ കേസ്? അതറിഞ്ഞാൽ സ്വാമിക്ക് എന്നോടുള്ള സ്നേഹം നിശ്ശേഷം പോകും. കേസിലെ വാദികൾ എന്റെ സഹോദരിയും അവളുടെ ഭർത്താവുമാണ്. കേസ് ജയിക്കേണ്ടത് എന്റെ ആവശ്യമല്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കേസ് കേസെന്ന് പറഞ്ഞ് എല്ലാം മുടിക്കരുത്. ഉള്ളതെല്ലാം തീർന്നു. കടക്കാര് സ്വൈര്യവും തരുന്നില്ല. വീട് ഒഴിഞ്ഞു കൊടുക്കാൻ വീട്ടുടമസ്ഥൻ ശല്യം ചെയ്യും. ഇതിൽ കൂടുതൽ എന്ത് വേണം? ക്ഷണ നീ പറയുന്നത് കേട്ടാ ഈ വിനയൊക്കെ ഞാനാണ് എഴുതി വെച്ചെന്ന് തോന്നുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, കേസിനും വഴക്കിനും ഒന്നും പോവണ്ട, ഉള്ളത് കൊണ്ട് ജീവിക്കാമെന്ന്. കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ജീവിക്കാമെന്ന് കരുതി തന്നെയാണ് ഞാൻ കൂടെ ഇറങ്ങി തിരിച്ചത്. അത്രയ്ക്ക് മനസ്സിൽ വേണമെങ്കിൽ ആ മാല തരാൻ മടിക്കുന്നെന്താ? ഞാൻ പലതവണ ചോദിച്ചാൽ. ആഡംബര ഭ്രമം കൊണ്ടല്ല ഞാൻ ഈ മാല തരില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനൊരാവശ്യം വരുന്നില്ല. പ്രസവിച്ചാൽ അതന്വേഷിക്കാനുള്ള കഴിവുപോലെ എനിക്കില്ലേ? എടി, അത് പിന്നീട് വരുന്ന കാര്യമില്ലേ? ഇന്ന് കേസിന്റെ ഹിയറിംഗ. ഫീസ് കൊടുത്തില്ലെങ്കിൽ വക്കീൽ കോടതിയിൽ കയറില്ലെന്നാ പറയുന്നത്.
വഴക്കം തർക്കം ഒന്നും വേണ്ട. ഇതാ പണയം വയ്ക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. നീ ക്ഷമിക്കരുത്. കേസ് ഞാൻ തന്നെ ചെയ്യും. രാമണ്യവനെ കൈയടക്കി വെച്ചിരിക്കുന്നതിന്റെ പകുതി സ്വത്ത് നമുക്ക് കോടതിക്ക് സമയമായി. ഞാൻ പോയി തരട്ടെ. വിഷമിക്കരുത്. കേസിന്റെ വിധി പറഞ്ഞു. കേസ് ഞാൻ ജയിച്ചു. പിന്നെന്താ മുഖത്തിനൊരു പ്രസാദമില്ലാത്തത്? എന്റെ സഹോദരിയെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണോ തങ്കമ്മ? അവർക്ക് വേണ്ടത് കൊടുത്തേക്കണം. ഞാൻ പങ്കനെ മീനാക്ഷി അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിട്ടതായിട്ടല്ല. കേസിന് ഇനി അപ്പീലോ മറ്റോ കൊടുക്കാൻ ഭാവമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഇനി കേസിന് വഴക്കിനും ഒന്നും പോകണ്ട. മീനാക്ഷിക്കും സുരേന്ദ്രനും സുഖമായി ജീവിക്കാനുള്ള വക കൊടുത്തേക്കണം. അവരുടെ രണ്ടുപേരുടെയും കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. സുരേന്ദ്രനോട് എനിക്ക് തീരെ സഹതാപമില്ല. സുരേന്ദ്രനോട് അങ്ങയുടെ മനസ്സിലും വൈരാഗ്യമുണ്ട്, അച്ഛനെ പോലെ. എന്റെ അച്ഛനും ഞാനും നിന്നെപ്പോലെ പ്രേമത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ. ഇതെന്തൊരു സ്വഭാവമാണ്! എപ്പോഴായാലും കുത്തുവർത്തമാനമായി പറയൂ. ഞാനെല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ എന്റെ തെറ്റ്. നീ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛന്റെ ഇന്ദ്രവൻ എന്നെ വിവാഹം കഴിക്കാൻ ഇരുന്നതാണെന്നും എനിക്കത് ഇഷ്ടമായിരുന്നെന്നും ഉള്ള സത്യം ഞാൻ പറഞ്ഞതാണല്ലോ. ഒരു ഭർത്താവിനോട് പറയാവുന്നിടത്തോളം നീ പറഞ്ഞിട്ടുണ്ട്. പറയാൻ പാടില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ ഒരു കൊലക്കേസിൽ പ്രതിയുമായി, ഒളിവിലുമായി. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും 7 വർഷമായി ആർക്കും അറിവില്ല. ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ചില പുരുഷന്മാരുടെ സ്വഭാവം ഇങ്ങനെയാണ്. എന്താ പങ്ക അവലും സംസാരിച്ചോ? ഒന്നും പറയാൻ ഇടം കിട്ടിയില്ല. ഞാൻ വല്ലാത്തൊരവസരത്തിലാണ് അവിടെ ചെന്നത്. അതെന്താ? മീനാക്ഷി കുഞ്ഞിന് പ്രസവത്തിന്റെ അസുഖമാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയില്ലേ? കഷ്ടം. അതിനുള്ള മാർഗം അവിടെയില്ല. ഒരു നാട്ടുപരിചയം അയൽവക്കത്തുള്ള 1 പെണ്ണുങ്ങൾ മാത്രം മുറിക്കകത്തിരിപ്പുണ്ട്. സുരേന്ദ്രൻ അദ്ദേഹം തലയും കുപ്പിട്ട് തിണ്ണയിലിരിക്കുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. മീനാക്ഷി കുഞ്ഞിന്റെ മുറിക്കകത്തിരുന്നുള്ള കരച്ചിൽ കേട്ടിട്ട് എന്റെ ചങ്ക് തളർന്നു പോയേ. എന്തോ താൻ രൂപ കൊണ്ടുപോകും. ടാക്സി പിടിച്ചു പോക്കോളൂ. ഈ രൂപ ഞാൻ തന്നേച്ചാണെന്ന് പറയരുത്. ഇല്ല, താൻ ചിട്ടി പിടിച്ച മറ്റാണെന്ന് പറഞ്ഞാൽ മതി. വേഗം പോകും. എത്ര എളുപ്പത്തിൽ മീനാക്ഷി ഹോസ്പിറ്റലിൽ ചേർക്കും. എന്റെ മനസ്സിനെന്തോ വല്ലാത്ത വിഷമം. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. വേണ്ട തന്നെ. ഇന്ന് രാത്രി അനാഥാലയം പ്രസ് മീറ്റിംഗ് ഞാൻ പോവുകയില്ലേ. അത് കഴിഞ്ഞ് വന്ന് ആശുപത്രിയിൽ പോയി മീനെ കാണാം. പിന്നീട് എന്താ വേണ്ടെന്ന് തീർച്ചയായും.